സഹകരണവും പ്രോത്സാഹനവും എല്ലാം പ്രതീക്ഷിക്കുന്നു. ഇനി ചോദിക്കാം അല്ലേ? പിഷാരടി കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് ഇവിടെ തൃപ്പൂണിത്തുറ ഭാഗത്ത് താമസിക്കുന്ന ആളാണ്. കംഫർട്ടബിളായ സീറ്റ് തൃപ്പൂണിത്തുറ ആയിരുന്നില്ലേ? അങ്ങനെ ഓപ്ഷൻസ് മുന്നിലേക്ക് വന്നിട്ട് തെരഞ്ഞെടുത്താണോ അതല്ല പാർട്ടി തീരുമാനിച്ച് അങ്ങനെ വന്നതാണോ? അല്ല, ഞാൻ ഇതിനു മുമ്പ് ഉള്ള ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോഴും എല്ലാം എൻ്റെ പേരുകൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ തെരഞ്ഞെടുപ്പിനും പല സ്ഥലങ്ങളിലായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലം എൻ്റെ കംഫേർട്ടിനനുസരിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് നിൽക്കുക എന്നുള്ള കാര്യം തന്നെ വളരെ ശക്തമായി ആലോചിച്ചിരുന്നില്ല. ഞാൻ കഴിഞ്ഞ തവണ പേര് വന്നപ്പോഴും പറഞ്ഞത് എന്നെ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും പരാതികളുള്ള ആളല്ല ഞാനെന്നും അതൊരു പ്രശ്നമല്ല എന്നുമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പാലക്കാടാണ് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ഇരു കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ എൻ്റെ കംഫർട്ടുകൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വലിയ വിവാദങ്ങൾക്ക് ശേഷമാണ് പാലക്കാടേക്ക് ചെല്ലുന്നത്. അതായത് നേരത്തെ നിലവിലെ എംഎൽഎക്കെതിരെ വലിയ വിവാദങ്ങളൊക്കെ വന്ന ശേഷം സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടാകുന്നത്. അതിലേക്ക് ഏത് രീതിയിൽ അവിടെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കേണ്ടുന്നതായ ഒരു കാര്യമാണ്. വിവാദങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എല്ലാ കാലങ്ങളിലും എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അതവിടെ ചെന്ന് അവിടുത്തെ ജനങ്ങളുമായിട്ട് നേരിട്ട് കൺവേ ചെയ്യുക എന്നുള്ളതല്ലേ ഉള്ളൂ. എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനം അതിലൂന്നിയായിരിക്കും പ്രചാരണം? അല്ല, പ്രചരണം കൂടുതൽ ജനങ്ങളെ കാണുക, പരിചയപ്പെടുക, നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും. പ്രചരണത്തിന് അങ്ങനെ പ്രത്യേക തന്ത്രങ്ങളൊന്നും പ്രയോഗിക്കുന്നതിനായിട്ടുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. ജനങ്ങൾക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്കിനി വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. ഞാൻ ഇന്ന ആളാണ് എന്ന് അവിടെയുള്ളവരോ മറ്റൊരു മലയാളിയോട് പോയി പറയേണ്ട ആവശ്യകതയില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു ഉപകാരമായി മാറുമെന്ന് വിചാരിക്കുന്ന കാര്യം. അപ്പോൾ ചെല്ലുക, എല്ലാവരോടും ആത്മാർത്ഥമായി വോട്ട് അന്വേഷിക്കുക. എനിക്ക് മുൻപ് ഇരുന്ന MLA-മാർ അത് ഷാഫി ഒരു വലിയ കാലഘട്ടം അവിടെ ഗംഭീരമായി നോക്കി നടത്തുകയും അവിടെ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് വന്ന രാഹുലും ആ മേഖലയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കൊണ്ടുവന്ന നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങളുടെ തുടർച്ച ഏറ്റവും ഭംഗിയായിട്ടുണ്ടാക്കുക, കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഒരു പരിധിവരെ പാലക്കാടുള്ള ജനങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനുമായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പിന്തുണച്ചു എന്ന് പറയുന്നത് വന്നൊരു ഹെഡിങ് മാത്രമാണ്. ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ രാഹുലിന് പ്രചരണത്തിന് പോയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് MLA സ്ഥാനം ഒരു കേസ് തെളിയുന്നത് വരെ, അന്ന് എന്നോട് ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പരാതിയില്ല പോലീസിൽ. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തയിലും വന്ന ആരോപണങ്ങൾ മാത്രം നിൽക്കുന്നൊരു സമയത്താണ് ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയി ഈ ചോദ്യം ഉണ്ടാകുകയും ചെയ്യുന്നത്. അന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു പരാതി വന്ന, അതായത് ആരോപണം വന്ന, പോലീസിൽ പരാതി ഇല്ലാത്ത സമയത്ത് തന്നെ പാർട്ടി അദ്ദേഹത്തിനെതിരെ പൂർണ്ണമായും പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൽ നമുക്ക് അഭിപ്രായമില്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞത് പിന്തുണ എന്നുള്ള വാക്ക് വെച്ച് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് കാര്യത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി, പാലക്കാടിലെ ഇപ്പോഴത്തെ MLA, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ, പോലീസിലുള്ള പരാതികൾ, അദ്ദേഹത്തിനെതിരെ കേസുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കോടതിയിലിരിക്കുകയാണ്. കോടതി അതിനെക്കുറിച്ച് അന്വേഷിക്കും. അദ്ദേഹം തെറ്റുകാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിധി വരും. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യവും അദ്ദേഹം അതിൻ്റെ വിധി അനുകൂലമായാലും പ്രതികൂലമായാലും അദ്ദേഹം അനുഭവിക്കാനുള്ളൂ. എന്നാൽ അവിടെ എല്ലാ പഞ്ചായത്തിലും ഒരു ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിരുന്നുള്ളൊരു പദ്ധതി കൊണ്ടൊന്നും 1.5 വർഷം കൊണ്ട് ഏകദേശം 13 വീടുകൾ രാഹുൽ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ബാക്കി ഒരു 8-10 വീടുകളുടെ പദ്ധതി പകുതിക്ക് നിൽക്കുകയാണ്. ആ പദ്ധതികളിൽ ഞാൻ പിന്താങ്ങുന്നില്ല അല്ലെങ്കിൽ ഞാനിതിനെതിരാണെന്ന് പറഞ്ഞ് മാറാൻ പറ്റില്ല. അതിൻ്റെ നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ, എല്ലാ സ്ഥലങ്ങളിലും നല്ലതും ചീത്തയുണ്ടല്ലോ, അതിൽ നല്ലത് എന്തെല്ലാം ഉണ്ടോ ആ നല്ലതെല്ലാം ഏറ്റെടുക്കുകയും ആ നല്ല കാര്യങ്ങളെല്ലാം പിന്തുണയ്ക്കുകയും മുന്നിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയില്ലല്ലോ ബാക്കി കാര്യങ്ങൾ. അല്ല, ഞാൻ നിങ്ങളെ പറ്റിയോ എന്നെ പറ്റിയോ നമ്മൾ കേൾക്കുന്ന ഓഡിയോ വെച്ചോ വാർത്തകളോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ കോടതിയിൽ എത്തിയൊരു കാര്യത്തിൽ പാർട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ കാര്യങ്ങൾ. ഞാൻ അവിടെ ഇപ്പോഴത്തെ MLA എന്നുള്ള സ്ഥാനത്തിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. എന്നെയാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്, ഞാനാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു.
പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് രാഹുൽ പാർട്ടിയുടെ അപ്പം ഇപ്പൊ അദ്ദേഹം ചോദിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാഹുലിനെ വിളിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അദ്ദേഹം ഇപ്പോഴത്തെ MLA ആണ്. അവിടുത്തെ ഇപ്പോഴും ഇന്നലെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് വരെയും അവിടുത്തെ MLA ആണ്. അതിന്റെ ബാധ്യതയുടെ പ്രശ്നമല്ല, അദ്ദേഹമാണ് അവിടുത്തെ MLA. ഞാൻ പറഞ്ഞതുപോലെ ചില നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കുകയും മുന്നിലേക്ക് പോവുകയും ചെയ്യേണ്ടതുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കൾക്ക് വേണ്ടി പ്രചരണത്തിനാണ് അതെല്ലാം പാർട്ടി നേതൃത്വവും പാർട്ടിക്കാരും തീരുമാനിക്കുന്നതനുസരിച്ച്. ഞാനിപ്പോ ഇവിടുന്ന് ഇന്ന് പാലക്കാടേക്ക് എത്തുന്നതേ ഉള്ളൂ. അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ വന്നാൽ തിടുക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് നേതൃത്വത്തിനാണ്. അവർ അതിന് അനുകൂലമായ അല്ലെങ്കിൽ ഒരു ജനങ്ങൾ പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ ഹിതത്തിന് മാനിച്ചുകൊണ്ട് പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന തീരുമാനമാണ് നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അത് ചെയ്തു. അത് മറ്റൊരു പാർട്ടികളും എൻ്റെ അറിവിൽ ഇങ്ങനെ, അതായത് പോലീസിൽ പരാതി എത്തുന്നതിന് മുമ്പ്, പോലീസിലെത്തിയിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. പോലീസിലെത്തുന്നതിന് മുമ്പ് ഒരു തീരുമാനമെടുക്കുകയും പൂർണ്ണമായും എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും മാറ്റുകയും ചെയ്തിട്ടുള്ളതാണല്ലോ. ഇത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പം ഈ അതായത് ഏതാണ്ട് മൂന്നാമത്തെ ചോദ്യമായിട്ട് തന്നെ വന്നൊരു കാര്യമെന്നുള്ള നിലയിൽ ഇങ്ങനെ ഞാനത് കൺക്ലൂഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ മൊറാലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളുടെ വിധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം അതെന്താണോ വരുന്നത് അത് അദ്ദേഹം അനുഭവിക്കുക. അദ്ദേഹം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമല്ല ചെയ്തിട്ടുണ്ട്, വീടുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ അവിടെ നിന്ന് ഏറ്റെടുക്കുകയും അത് തുടർന്നു പോവുകയും എന്നാൽ കഴിയുന്ന ഇനി ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ ആ നല്ല കാര്യങ്ങളെല്ലാം ഞാൻ തുടരുക, പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക. അത് രാഹുൽ എന്നല്ല, ഷാഫി തുടങ്ങി വെച്ച കാലം തൊട്ടാണ് പറയുന്നത്. ഒരു 15 വർഷമായിട്ട് പല ഒന്നിന്റെ തുടർച്ചയാണല്ലോ അത്. ആ കാര്യങ്ങൾ ഏറ്റെടുത്തുകയും നടത്തുക എന്നുള്ളതായിരിക്കും എന്റെ ലക്ഷ്യം. BJPയുടെ ഒരു സമന്വിതമായ നേതാവാണ് വരുന്നത്. ഞാൻ എതിർപക്ഷം എന്ന വാക്ക് ഒരു പാർട്ടിയെ പറ്റിയും പറയുന്നില്ല, മറ്റൊരു പക്ഷം എന്ന വാക്ക് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അത് മറ്റൊരു പക്ഷത്തുള്ള സ്ഥാനാർത്ഥികളും ഞാനുമായിട്ടുള്ള ഒരു ഓട്ട മത്സരമൊന്നുമല്ല ഇത്. അവർ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ആശയം എന്താണ്, അവരുടെ ആശയധാര എന്താണ്, കോൺഗ്രസ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ആശയം എന്താണ് എന്നുള്ള ഒരു ആശയങ്ങളുടെ പോരാട്ടമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ആ പാലക്കാടുള്ള ഒരു മതനിരപേക്ഷ ജനാധിപത്യ ബോധ്യമുള്ള ആളുകൾ ഉറപ്പായിട്ടും അതിന് തന്നെ മുൻകൈ എടുത്തുകൊണ്ട്, പലപ്പോഴും നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന പോലെയൊന്നുമില്ല. നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി ഒരു 5 കിലോമീറ്റർ ഇടത്തോട്ടും വലത്തോട്ടും കടന്നാൽ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും നമുക്ക് പരിചയമുള്ളവരുമൊക്കെയാണ് എന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു നിലപാടായിരിക്കും ജനങ്ങൾ എടുക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, അതിനെക്കുറിച്ച് അത്ര വലിയ ആശങ്കകളില്ല. അവിടുത്തെ മുഖ്യ ഒപ്പം മത്സരിക്കുന്നതിലെ മുഖ്യ എതിരാളി എന്ന് പറയുന്നത് BJP ആണ്. BJP ആയിട്ടാണ് ഡയറക്റ്റ് മത്സരം നടക്കുന്നത്. അത് തന്നെ സാങ്കല്പികം. ശരിയാണല്ലോ. ഞാൻ ഇതിനു മുമ്പും രാഷ്ട്രീയത്തിലുണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ തന്നെ തുടർന്ന് പോകാൻ ചോദിക്കാൻ ഞാൻ ഇതിനു മുമ്പ് ഇല്ലാത്തതുപോലെയല്ല. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതല്ല, ജയിക്കുന്നതിന് മുമ്പും സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് മുമ്പും എല്ലാം രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ടുള്ള ആൾ തന്നെയാണ്. അല്ല, പാലക്കാട് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നമ്മൾ ജനങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വികസനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പാർട്ടികളും എല്ലാ കാലത്തും പറയുകയും നമ്മുടെ ഒരു കർത്തവ്യമായിട്ടുള്ളൊരു കാര്യവുമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു നല്ല വികസനം, നമ്മളുടെ കടൽത്തീരം മുഴുവൻ നല്ല ബെഞ്ചൊക്കെ ഒരുക്കി കല്ലിട്ടു. നമ്മൾ ഇന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് മകൻ അമ്മയെ കൊന്നു കുഴിച്ചിട്ടു എന്നുള്ള വാർത്ത കേട്ടിട്ടും അമ്മായിയമ്മ മരുമോളെ വെട്ടിക്കൊന്നു എന്നുള്ള വാർത്ത കേട്ടിട്ടും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരു സന്തോഷത്തിന്റെ പ്രശ്നമുണ്ട്. മനുഷ്യനാണല്ലോ മാനദണ്ഡം. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ക്രൈമുകൾ, ലഹരിയുടെ ഒരു ആധിക്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പലപ്പോഴും എല്ലാവരും വികസനത്തെപ്പറ്റി സംസാരിക്കൂ, വികസനത്തെപ്പറ്റി പറയൂ എന്ന് പറയുന്നുണ്ട്. വികസനത്തെക്കുറിച്ച് ഓഫ്കോഴ്സ് പറയണം. എല്ലാ കാലത്തും രാജ്യം മുന്നിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. എല്ലാ കാര്യത്തും എല്ലാ പാർട്ടികളും വികസനം എന്ന കാര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒപ്പം മനുഷ്യൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ, മനുഷ്യന് ഏറ്റവും കാര്യമായ അവനവൻ്റെ സന്തോഷം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ
വീഴ്ച വരുത്തിക്കൊണ്ട് വികസനം മാത്രം ഉയർത്തി കാണിക്കുന്നതിൽ അർത്ഥമില്ല. വികസനത്തിൽ അർത്ഥമില്ല എന്നല്ല പറയുന്നത്. നമ്മുടെ ആരോഗ്യ മേഖല, നമ്മുടെ മാനസികാരോഗ്യ മേഖല, പലരെയും നമ്മൾ ചോദിക്കുമ്പം ഇപ്പോൾ വന്ദന കൊലക്കേസ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. അത് മാനസികാരോഗ്യത്തിൻ്റെ പ്രശ്നമാണ് എന്നാണ് പറയുന്നത് കോടതിയിലെത്തുമ്പോൾ. അപ്പം കൃത്യമായിട്ട് ഇങ്ങനെ വേണേൽ പറയാം, ഒരു അരും കൊലകളില്ലാത്തൊരു 10 ദിവസം കാണാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഭയം നമുക്ക് വല്ലാതെ ഉണ്ട്. ഞാൻ ചിലപ്പം പറയും, നമ്മൾ ഓടിക്കുമ്പോൾ വല്ല വാഹനമൊക്കെ എവിടെയെങ്കിലും ഒന്ന് വരഞ്ഞാൽ പോലും എൻ്റെ ഡ്രൈവറോട് പറയും, വെറുതെ ആരോടൊന്നും വർത്താനം പറയാൻ പോകണ്ട. ആരാണ് എപ്പോഴാണ് ഒരു പൂള് പൂളുന്നതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലായി നമ്മൾ മൊത്തത്തിൽ സമൂഹത്തിൽ നിൽക്കുന്നത്. അതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മമ്മൂക്ക അല്പം മുമ്പ്, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കൂടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിച്ചു. അദ്ദേഹം എനിക്കൊരു എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷനുള്ള ഒരാളാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചർച്ചകൾ ചെയ്തിട്ടുള്ളതും ആശയ സംവാദങ്ങൾ നടത്തുന്നതും മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എത്രയോ മുഖ്യമന്ത്രിമാരെ അടുത്ത് പരിചയമുള്ള, കഴിഞ്ഞ കുറേ നാളുകളിൽ ഏറ്റവും സജീവമായി ഇവിടെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും, എതിരഭിപ്രായങ്ങളാണെങ്കിൽ അതും വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആരെങ്കിലും നിർബന്ധിച്ച് പ്രചരണത്തിന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് അദ്ദേഹം ഉത്തരം പറയേണ്ട കാര്യമാണ്. എങ്കിലും വിജയിച്ചാൽ, അലി പറഞ്ഞതുപോലെ വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊണ്ടുവരാൻ പറ്റും. ഞാൻ ചോദിച്ചിട്ട് അടുത്ത 18 ദിവസം നീ രാഹുലിനെ പറ്റി മാത്രം ചോദിക്കുന്നുള്ളൂ. നമ്മൾ മമ്മൂക്കയിലെത്തിയ കാര്യങ്ങൾ അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഞാൻ ഇതിങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു. അദ്ദേഹം ചെയ്തത് അദ്ദേഹം നല്ല കാര്യങ്ങൾ നീ പറഞ്ഞിരുന്നല്ലോ. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇല്ല, എല്ലാ പാർട്ടിക്കും ഒരുപോലെയാണ്. ഒരുപക്ഷെ ഇത്രയും വിമതരുള്ള, ഇത്രയും തർക്കങ്ങൾ നടക്കുന്ന ഒരു ഇലക്ഷൻ വേറെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് UDF-നെ മാത്രമല്ല, എല്ലാ പാർട്ടിയിലും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ മാത്രം പ്രശ്നമല്ല. സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും ഈ പ്രചരണമൊക്കെ വരുമ്പോൾ താരങ്ങളെയൊക്കെ താരപ്രചാരകരായി കാണാൻ കഴിയുമോ? അങ്ങനെ ഉണ്ടാവുമോ? അത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ആരെയും അങ്ങനെ നിർബന്ധിച്ച് അവിടെ എനിക്ക് പ്രചരണത്തിന് വരണമെന്നുള്ളത് പറയുന്നില്ല. പിന്നെ സിനിമയിൽ സജീവം എന്ന് പറയുന്ന അത്രയും പടങ്ങൾ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ടെലിവിഷനും വേദിയിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ജില്ലയിൽ മണ്ഡലങ്ങളിലൊക്കെ പ്രചരണത്തിന് പോകുന്നതാണ് തെരഞ്ഞെടുപ്പിന് സമയത്ത്. അപ്പൊ ഇത്തവണ അവിടെ മാത്രം കേന്ദ്രീകരിക്കണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള? അവിടെ തന്നെ പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കും. നമുക്ക് വളരെ പരിമിതമായ സമയമല്ല ഇത്തവണ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കണം. അവിടെയുള്ള എല്ലാവരെയും ഉള്ള സമയം കൊണ്ട് കാണണം എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ ഞാൻ ഒരു കാര്യം ഇതിനിടെ പറഞ്ഞിട്ട്, ബാബുച്ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത്, ബാബുച്ചേട്ടൻ്റെ വീട് ഇവിടെയാണ്. അപ്പം ഇടയ്ക്ക് തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞൊക്കെ എൻ്റെ പേര് വരും, അല്ലെങ്കിൽ ഇടയ്ക്ക് വരും. ഞാൻ മമ്മൂക്കയോട് ചോദിക്കുന്നുള്ള പറഞ്ഞതുപോലെ ഇദ്ദേഹം ബാബുച്ചേട്ടൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോലെ അല്ല, രാവിലെ നടക്കാൻ ഇറങ്ങുമ്പം സീലിൻ്റെ പാടും സീലും കയ്യിലെടുത്തുകൊണ്ട് നടക്കും. കാരണം വഴിയിൽ ആൾക്കാർ റേഷൻ കാർഡിൻ്റെ ആവശ്യം പറഞ്ഞാൽ വഴിയിൽ വെച്ച് അത് സീൽ ചെയ്ത് കൊടുത്തും ഒപ്പിട്ട് കൊടുത്ത് നടക്കുന്ന ഒരു കാലം, 90കളിലെ കാലമാണ് പറയുന്നത്. അപ്പം ഒരു 10-30 വർഷക്കാലം ഒരു മണ്ഡലം നോക്കി നടന്ന ബാബുച്ചേട്ടന് പോയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, എങ്ങനെയാണ് ജനങ്ങളോട് അദ്ദേഹം ഇത് ഇടപെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജനകീയമായിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളല്ല. അപ്പം മറ്റൊരു മണ്ഡലത്തിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോകുന്നതിനേക്കാളും പാലക്കാട് എന്ന് പറയുന്ന എൻ്റെ ജന്മനാടും അവിടെയുള്ള ജനങ്ങളും അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരിക്കുക. സിനിമയിൽ എത്തുന്ന ആളെ ഒരു രാഷ്ട്രീയക്കാരൻ നിലയ്ക്ക് നമ്മുടെ കേരളീയ സമൂഹത്തോളം അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ ആശങ്ക ഈ മത്സരത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നു. സിനിമ ഒരു തൊഴിലായിട്ട് അങ്ങ് കണ്ടാൽ മതി. എല്ലാ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ. നമ്മളൊരു ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ ചെയ്യുന്ന ഒരു തൊഴിലായിട്ട് മാത്രമേ എത്രയോ അഡ്വക്കേറ്റുമാർ നിൽക്കുന്നു, ഡോക്ടർമാർ തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നു. അപ്പം അതൊരു ഞാൻ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു തൊഴിലായിട്ട് മാത്രം കണ്ടാൽ മതി. എനിക്ക് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പം ഞാൻ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ടാണ് യാത്രയാക്കിയത്. ഇനി ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് MLA ആയിട്ടായിരിക്കും, ഒരു സംശയമില്ല. അത് മാത്രമല്ല, പാലക്കാട് അവിടെ BJP ശക്തമായിട്ടൊരു സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഷാഫി മത്സരിച്ചത് ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. കഴിഞ്ഞ 2 പ്രാവശ്യവും 3 പ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പിലും അതിനു മുമ്പും കോൺഗ്രസ് സ്ഥാനാർത്ഥികളല്ലേ ജയിച്ചത്. 2 പ്രാവശ്യം ഷാഫിയും ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലും അല്ലേ ജയിച്ചത്. അപ്പം അതുകൊണ്ട് അവിടെ വിജയസാധ്യതയ്ക്ക് ഒരു കുറവില്ല. പിന്നെ മറ്റൊരു കാര്യം, പിഷാരടിയെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പിഷാരടിയെ വിലയിരുത്തുന്ന ആളാണ് എപ്പോഴും.
അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് എന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ വിലയിരുത്തലിൽ സാധാരണ ജനങ്ങളുമായി എത്രയും താഴെ തട്ടിൽ ഇടപെടുന്നതിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം. ഞാൻ അവിടെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെയാണ് ഇദ്ദേഹം എൻ്റെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണുകയും ചെയ്യും. പക്ഷെ അദ്ദേഹം ഇവിടെ ഉള്ള സമയത്ത് അദ്ദേഹം നടന്നൊരു സാധാരണക്കാരനെ പോലെ ക്ഷേത്ര ദർശനത്തിന് പോകുന്നു, ഇവിടെയുള്ള പരിപാടിക്കൊക്കെ പോകുന്നു. അദ്ദേഹം ഒരു ഈശ്വരവിശ്വാസി, തികഞ്ഞ ഈശ്വരവിശ്വാസിയാണെന്നുള്ളതോടൊപ്പം തന്നെ മറ്റെല്ലാ സമുദായക്കാരുമായിട്ടും സമൂഹങ്ങളുമായിട്ടും നല്ല ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു സെലിബ്രിറ്റി മാത്രമല്ല, ഒരു ഗ്രൗണ്ട് ടു ദ എർത്ത് എന്ന് പറയുന്നില്ലേ, ആ രീതിയിലുള്ള ഒരാളായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ ഉത്സവം നടക്കണം, അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു വണ്ടിയിലേ പോകുള്ളൂ. അദ്ദേഹം ഇവിടെ കുടുംബമായിട്ട് നടന്ന് അമ്പലത്തിലേക്ക് പോകുന്ന ഒരാളാണ്. ഞാൻ ചോദിച്ചു അവിടെ വിളിച്ചു വല്ലതും പറയണമെന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉത്സവം നടന്നു. വൈകുന്നേരം ഒരു 7:30 മണിക്ക് ഇദ്ദേഹം കുടുംബമായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ അവിടെ ഭയങ്കര തിരക്കാണ്, വിളിച്ചു പറയണമെന്ന് ചോദിച്ചു, വേണ്ട എന്നാ പറഞ്ഞു. അപ്പോൾ ഒരു സെലിബ്രിറ്റി ആണെന്നുള്ളത് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമാണ്, അല്ലാത്ത സമയത്തെല്ലാം സാധാരണക്കാരനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഒരു തടസ്സമില്ലാത്ത ഒരാളാണ് അദ്ദേഹം. സാധാരണക്കാരുമായിട്ട് മറ്റ് എന്നെ പോലെ അല്ലെങ്കിൽ മറ്റെല്ലാ ആളുകളെ പോലെ തന്നെ ആളുകളുമായിട്ട് ഇടപഴകാൻ പറ്റിയ ഒരാൾ തന്നെയാണ്, ഒരു സംശയമില്ല. അല്ല ഇപ്പൊ പാലക്കാടല്ലേ നമ്മള്, പാലക്കാട് നിന്ന് ഇവിടെ ഡൈവേർട്ട് ചെയ്ത് പോകണ്ട. അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ തൃപ്പൂണിത്തുറയിലെ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യം അല്ല. ഇപ്പൊ പാലക്കാടാണ് അത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. ഇത് പറഞ്ഞ് പൂർത്തിയാക്കിയില്ല. ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഏറ്റവും താഴെത്തട്ടിലെ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സെലിബ്രിറ്റി എന്നുള്ളതല്ല, അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. മറ്റൊരു കാര്യം, ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ പിടിച്ചുകൊണ്ടുവന്ന് പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയാക്കുന്ന ഒരാളല്ല. കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമിലെല്ലാം വരാൻ പല കലാകാരന്മാർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം പിഷാരടി അങ്ങനൊരു നിലപാടായിരുന്നില്ല. എപ്പോൾ വിളിച്ചാലും എന്ത് പരിപാടികൾക്ക് പോകാൻ സന്മനസ്സുള്ള ഒരാളാണ്. ആ നിലയിൽ അദ്ദേഹത്തിന് പാലക്കാട് ജനങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കാൻ സാധിക്കും എന്നാണ് ഈ വിശ്വസിക്കുന്നത്. ഞാൻ തീരുമാനിച്ചില്ല, ആരോഗ്യം അനുവദിച്ചാൽ പോകും. ആ ടിപ്സ് മൈക്കിൽ കൂടെ പറഞ്ഞാൽ ബാക്കിയുള്ള MLA കേൾക്കും. ഞങ്ങൾക്ക് ഞാൻ ഉപദേശം നൽകേണ്ട കാര്യമില്ല. അദ്ദേഹം യഥാർത്ഥം പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തി മനസ്സിലാക്കുന്ന ഒരാളാണ്. ഞാൻ ഉപദേശിക്കാം. അദ്ദേഹത്തിന്റെ ശൈലിയുണ്ട്. ഏതായാലും ഞാൻ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്നുള്ളത് അദ്ദേഹം കുറെ കാലമായി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കേന്ദ്രമില്ല, കേരളമില്ല, നമ്മുടെ എറണാകുളം കോർപ്പറേഷൻ പോലും ഇല്ലാത്ത സമയത്താണ് ഞാനിത് വളരെ ശക്തിയുക്തം പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കോൺഗ്രസ് മുന്നിലേക്ക് വെക്കുന്ന ഐഡിയോളജിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിനെ PR സ്റ്റണ്ടുകൾ കൊണ്ടോ അല്ലാതെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ പറഞ്ഞ ഒരാൾ 4 പേരെങ്കിലും കേൾക്കുന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് തുറന്ന് പറഞ്ഞതും. അതുകൊണ്ട് ദോഷങ്ങളുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഞാനത് അറിഞ്ഞിട്ടില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അതും കൂടെ കൊണ്ടാണ് ഞാൻ ഇന്നാൾ പറഞ്ഞാൽ പല തെരഞ്ഞെടുപ്പ് എൻ്റെ പേര് അതിനകത്ത് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. മാത്രമല്ല ഇനി 18 ദിവസവും പല ചോദ്യങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 10:15 ഇന്ന് വൈകിട്ട് അവിടെ പറഞ്ഞോ ഞാൻ ഇത്ര ഉറക്കെ പ്രഖ്യാപിച്ച ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരു ക്ഷണം എനിക്ക് ഉണ്ടായിട്ടില്ല. അത് വെറുതെ ഒരു രസത്തിന് വേണ്ടിയോ കൈയടിക്ക് വേണ്ടിയോ പറഞ്ഞതല്ല. വളരെ ശക്തമായി നിൽക്കുന്ന ആളാണെന്നുള്ള ബോധ്യം ഉണ്ടായതുകൊണ്ട് എനിക്ക് മറ്റൊരു മുന്നണിയൊന്നും അങ്ങനൊരു ക്ഷണം ഉണ്ടായിട്ടില്ല. എല്ലാ മുന്നണികളും എനിക്ക് വലിയ സൗഹൃദങ്ങൾ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു പെരുമാറ്റം കൊണ്ട്. പാലക്കാട് ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ ഒരു സമയത്ത് പാലക്കാടിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായി. ഞാൻ ആ വിഷയം നിൽക്കും. ഞാൻ ആ വിഷയത്തിൽ എന്റെ നിലപാട് എന്താണ് അതിന്റെ ഉത്തരമാണ് അല്പം മുമ്പ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തത്. അത് ഇപ്പൊ ഇത്രയും പേരുണ്ടല്ലോ, ഇത്രയും പേര് നിൽക്കുക അവിടെ ഉള്ളവരോടാണല്ലോ പറഞ്ഞത്. ഈ വിഷയം എപ്പോഴും അതൊരു ബാധ്യതയായി മാറില്ലേ? അത് എപ്പോഴും ഒരു അതിനാണല്ലോ
അല്ല അതിനുള്ള ഉത്തരം ഇത് ഈ 18 ദിവസവും ഈ ഒരു വിഷയം തന്നെ അല്ലല്ലോ ബാധിത്. ഇത് അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായി നിൽക്കുമ്പോഴല്ലേ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടന്നത്. അതിന് നേതൃത്വം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അല്പം മുമ്പ് എൻ്റെ ഈ വിഷയത്തിലെ തീരുമാനം എന്താണ് എന്ന് കൃത്യമായി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് മൊറാലിറ്റിയെ ബന്ധപ്പെട്ടോ വ്യക്തിപരമായോ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് അദ്ദേഹത്തിനാണ് ഉത്തരവാദിത്വം. അതിൻ്റെ ഗുണമോ ദോഷമോ അദ്ദേഹം അനുഭവിക്കുക. അദ്ദേഹം എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളുടെ തുടർച്ച ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിലെ എൻ്റെ കൃത്യമായ നിലപാട്. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനിയൊരു ചോദ്യം ഉണ്ടാകുമെന്ന് ഉത്തരം പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് എനിക്ക് സഹപ്രവർത്തകരായ നിരവധി ആളുകൾ ഇപ്പോൾ മത്സര രംഗത്തേക്ക് വരികയാണ്. അപ്പൊ അവരോടൊക്കെ ഇപ്പൊ തൃപ്പൂണിത്തുറയിലടക്കം അങ്ങയുടെ ഒപ്പമുള്ള ആളുകളൊക്കെ തന്നെയാണ് വരുന്നത്. താരങ്ങളായ ആളുകൾക്ക് കൂടുതൽ പ്രാമുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന സാധ്യത നല്ല പ്രവണതയാണോ? താരങ്ങളായ ആളുകൾക്ക് രാഷ്ട്രീയം കൊടുക്കുന്നതിന് നല്ല പ്രവണതയാണോ എന്ന് നമ്മൾക്ക് ഇവരെല്ലാം എന്തുമാത്രം പെർഫോം ചെയ്യുമെന്നുള്ളതിനെ പറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളവർ താരങ്ങളല്ല എന്നുള്ളതല്ലേ ഉള്ളൂ. അവരെ പലരെയും നമുക്ക് അറിഞ്ഞോളണമെന്നോ അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് ബാക്കിയുള്ളവർ താരങ്ങളല്ല, ഇവർ താരങ്ങളാണ് എന്നുള്ളതേ ഉള്ളൂ. ഇവർ എന്തുമാത്രം പെർഫോം ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വളരെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് 10-40ഓളം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ പ്രചരണത്തിനിറങ്ങിയും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പ്രചരണത്തിന് പോവുകയും ഭാരതിയോടോ യാത്ര നടന്നപ്പോൾ ഭാരതിയോടോ യാത്ര ഇവിടെയുള്ള ഇടതുപക്ഷത്തിനെതിരെ നടത്തിയ യാത്രയൊന്നുമല്ല. എന്നിട്ട് പോലും എൻ്റെ പക്ഷം ഉൾപ്പെടെ അതിനെ പരിഹസിക്കുമ്പോൾ ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും അതിൽ പങ്കെടുത്ത ഒരേ ഒരു കലാമേഖലയിലെ ആൾ ഞാനാണ്. ഒരേ ഒരാൾ, രണ്ടാമതൊരാൾ ഉണ്ടായിട്ടില്ല. അതാണ് എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തോന്നുന്നു. ഇനി ഞാൻ ഒരു കാര്യം സിനിമ അഭിനയം ഉണ്ടാവും എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ സിനിമയും രാഷ്ട്രീയവും ഇപ്പോഴെൻ്റെ ഏറ്റവും പ്രാധാന്യം പാലക്കാടുള്ള ജനങ്ങളും അവരുടെ പ്രശ്നങ്ങളും തന്നെയാണ്. അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. ഇനി ഞാൻ എൻ്റെ അച്ഛനോ അമ്മയോ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എൻ്റെ പാലക്കാട് തൃപ്പൂണിത്തുറയും ഇപ്പൊ പാലക്കാടാണ് തൃപ്പൂണിത്തുറ. എന്നാൽ ഒരു കാര്യം രാഷ്ട്രീയപരമായ ഒരു കാര്യം ചെയ്തോടെ. അപ്പൊ താങ്കൾ ഇപ്പൊ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈ കോൺഗ്രസിലെ പല നേതാക്കളും മത്സരത്തിനായിട്ട് ഇറങ്ങുന്നുണ്ട്. പ്രായം കൊണ്ട് ഒക്കെ വയ്യാതൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് ഉറപ്പാണ്. ബാബുചേട്ടൻ അവരോട് എന്താണ് പറയുന്നത്? ഇപ്പൊ സുധാകരന്റെ വിഷയങ്ങൾ വലുതായിട്ട് ചർച്ച ചെയ്യുന്നു. ബാബുചേട്ടൻ എന്താണ് പറയാനുള്ളത് ഇത്ര രാഷ്ട്രീയ എക്സ്പീരിയൻസ്? അല്ല, അതിനകത്ത് കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞിട്ടുണ്ടല്ലോ. വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് ഇപ്പോഴും പറയാം. എനിക്ക് കെ സുധാകരൻ്റെ സംഭാവനകളെക്കുറിച്ച് യാതൊരു തർക്കമുള്ള ആളല്ല. അദ്ദേഹത്തോടുള്ള ബഹുമാനവും ആദരവും ഒന്നും ഒരു കുറവുമില്ല. അതുകൊണ്ട് പറഞ്ഞതല്ല. പക്ഷേ എം പിമാർ മത്സരിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം ഇവരിപ്പോൾ എം പി, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഒരു എം പിക്ക് അനുവാദം കൊടുത്താൽ മറ്റൊരു എം പിക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്ന് ചോദിക്കില്ലേ? അതുകൊണ്ട് സുധാകരൻ്റെ വലിപ്പം ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. ഒരുപാട് കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് കേരളത്തിലും കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചുമുണ്ട്. അദ്ദേഹം ഒരുപാട് വെല്ലുവിളികളെ നേരിട്ട ഒരാളാണ്. പക്ഷെ അദ്ദേഹം എം പിയുമാണ്. അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥിയാകണമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പാർട്ടി നേതൃത്വം ബാക്കി കാര്യങ്ങൾ. എനിക്ക് അദ്ദേഹത്തോട് ആദരവുകൊണ്ടല്ല ഞാനീ പറയുന്നത്. ഈ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയൊന്നും പാലക്കാട് പ്രചരണത്തിനൊന്നും വരുന്നതായിരിക്കില്ല.